മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഏറ്റവും മ്ലേച്ഛമായ മുഖം എന്ന് പറയുന്നതാണ് മത്സര സജ്ജരായ കമ്പനികളുടെ എണ്ണം കുറയുമ്പോൾ ഉള്ള കമ്പനികൾ കാർട്ടൽ ഫോം ചെയ്യും. എന്തിനാണ് കാർട്ടൽ ഫോം ചെയ്യുന്നത്? എന്നിട്ട് ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ റോളിലേക്ക് അവർ മാറും. അങ്ങനെ സർവ്വ ജനതയെയും ചൂഷണം ചെയ്യും. അവർക്ക് മൊണോപ്പൊളിസ്റ്റിന്റെ രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, അതായത് പല ഫേമുകൾ ചേർന്ന് ഒരു കാർട്ടൽ ഫോം ചെയ്ത് ഒറ്റ ഫേം പോലെ പ്രവർത്തിക്കുക, അതാണ് കാർട്ടൽ ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാർട്ടൽ ഫോം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ചു ചേർന്നിരുന്ന ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന ഒരാൾ തീരുമാനിക്കുന്നത് പോലെ തന്നെ എത്ര വേണം ഈ ഉൽപ്പന്നത്തിന്റെ വില എന്ന് നിശ്ചയിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസികൾ ഇപ്പോൾ അനുഭവിക്കുന്ന എയർ ടിക്കറ്റ് ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് പല മടങ്ങ് വർധനവ്. സാധാരണ രീതിയിൽ 800 മുതൽ 1000 ദിർഹം വരെ നിലവിലിരിക്കുന്ന ടിക്കറ്റിന്റെ ഫെയർ 1400 ദിർഹം മുതൽ 1800 ദിർഹം വരെ ചുരുങ്ങിയ പക്ഷം വർദ്ധിക്കുന്നു സീസൺ ആകുമ്പോൾ. പ്രധാനപ്പെട്ട സീസൺ ഏതാണ് അവരെ സംബന്ധിച്ചിടത്തോളം? അവരെ സംബന്ധിച്ച് സീസൺ ആകാൻ ഒരുപാട്. ബക്രീദ് ഒരു സീസണാണ്, ക്രിസ്മസ് ഒരു സീസണാണ്, അതുപോലെ തന്നെയാണ് ഓണം വളരെ വലിയൊരു സീസണാണ്. കാരണം ഇതൊക്കെ മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കണം, IMF-ന്റെ കണക്കനുസരിച്ച് ലോകത്തുള്ള ആകെ മൈഗ്രൻസിൽ 22% ഇന്ത്യയിൽ നിന്നാണ്. 22% ഇന്ത്യയിൽ നിന്നാണ്. ആ 22%-ൽ ഇന്ത്യയിലേക്ക് വന്നാൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്? കേരളത്തിൽ നിന്നാണ്, 19%. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 16.7%. പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനം. അപ്പം ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളത് കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഓണം വരുമ്പോൾ എങ്ങനെയായിരിക്കും. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹോത്സവമാണ്, സർവ്വജാതി മതസ്ഥരും ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് തിരുവോണം എന്ന് പറയുന്നത്. അതുപോലെ ആണ് ബക്രീദ്. ഇവിടുത്തെ ജനസംഖ്യയുടെ നല്ല ഒരു ശതമാനം, അതായത് 22%-ഓ അതിലധികമോ ഉണ്ട് മുസ്ലിംസ്. അപ്പൊ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ബക്രീദ് എന്ന് പറയുന്നത്. അപ്പൊ ബക്രീദ്, അതുപോലെ മുസ്ലിംസിന്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ക്രിസ്മസ്. ക്രിസ്ത്യാനികൾ 18% ഉണ്ട് കേരളത്തിന്റെ പോപ്പുലേഷനിൽ ക്രിസ്ത്യാനികൾ. അപ്പൊ ഇവരുടെയൊക്കെ ഈ ആഘോഷവേളകൾ, ആ ആഘോഷവേളകളിൽ അപ്പൊ ഇവിടുന്ന് ആരാണ് കൂടുതലായിട്ട് ഗൾഫിൽ? എല്ലാ ജാതിക്കാരും പോയിട്ടുണ്ടെങ്കിൽ തന്നെയും കുറച്ചും കൂടി കൂടുതലായിട്ട് പെർസെൻറ്റേജ് ആയിട്ട് നോക്കുമ്പോൾ മുസ്ലിംസ് ആയിരിക്കും കൂടുതൽ പോയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മലയാളക്കരയോട് പ്രത്യേകിച്ച് വിമാന കമ്പനികൾക്കുള്ള പ്രതിപത്തി എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ പ്രവാസികളെ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ എയർ കമ്പനികളുടെ ഒരു നോട്ടപ്പുള്ളിയാണ് കേരളം. ഇവിടെ എപ്പോഴാണ് സീസൺ ആവുക? സീസൺ ആകുന്നതിനനുസരിച്ച് അവരുടെ എയർ ടിക്കറ്റ്, കേരളത്തിലേക്കുള്ള എയർ ടിക്കറ്റ് വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ടാണല്ലോ പ്രവാസി അസോസിയേഷൻ തന്നെ പറഞ്ഞ കണക്കാണ്, ഗൾഫ് ടു കേരള, കേരള ടു ഗൾഫ്. 800 മുതൽ 1000 ദിർഹത്തിന് പോയി വരാവുന്ന സ്ഥാനത്താണ് 1400 മുതൽ 1800 ദിർഹം വരെ. അതിനേക്കാൾ വളരെ കൂടി കൊടുക്കേണ്ടി വരുന്ന ഒരു എമർജൻസി ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. ഇത് തന്നെ എപ്പോഴാണ്? വളരെ നേരത്തെ ടിക്കറ്റ് എടുത്താലാണ് ഈ 1400, 1800 എന്ന നിരക്കിൽ കിട്ടുക. അപ്പം സാധാരണ പ്രവാസികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പ്രവാസികളുടെ എണ്ണമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലേ? ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയക്കുന്ന റെമിറ്റൻസ് വെച്ച് നമുക്ക് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളെ ഒന്ന് വിലയിരുത്താം. പാർലമെന്റിൽ തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് ആകെ റെമിറ്റൻസസിന്റെ 10% മാത്രമാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസസിന്റെ 10% കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളം. 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. പ്രവാസികളുടെ എണ്ണം വെച്ച് നോക്കിയാൽ കേരളമാണ് 1ാം സ്ഥാനം. പക്ഷേ പ്രവാസികൾ അയക്കുന്ന റെമിറ്റൻസ് വെച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയാണ് 1ാം സ്ഥാനം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വളരെ സിമ്പിളാണ് അതിന്റെ കാരണം. മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നതിൽ കൂടുതൽ പേരും പ്രൊഫഷണൽസ് ആണ്. മറിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവരിൽ കൂടുതൽ പേരും സാധാരണക്കാരാണ്, സാധാരണ വിദ്യാഭ്യാസമുള്ളവരാണ്. അത്ര വലിയ ജോലിക്കല്ല അവരൊന്നും പോകുന്നത്. അന്നന്നേ അപ്പം സ്വന്തം കുടുംബത്തിന്റെ ദാരിദ്ര്യം അകറ്റാൻ വേണ്ടി, ഒരു വീടുണ്ടാകാൻ വേണ്ടി, അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ വിവിധ കാരണങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിൽ നിന്ന് പ്രവാസം അനുഭവിക്കാൻ വേണ്ടി ഒരുപാട് പേരും പോകുന്നത്. അതുകൊണ്ടാണ് റെമിറ്റൻസ്, അവരുടെയൊക്കെ ശമ്പളം തുച്ഛമായ ശമ്പളത്തിലാണ്
അവർ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്നത്. ആ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് പലപ്പോഴും അവർ കുബൂസും കഴിച്ച് വളരെ ദുരിത സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടാണ് കിട്ടുന്നത് മുഴുവനും തൊരുകൂട്ടി ഇങ്ങോട്ട് അയക്കുന്നത്. അത്തരംകാരാണ് ഈ പറയപ്പെട്ട കേരളത്തിൽ നിന്നുള്ളവരിൽ ഭൂരിപക്ഷവും. പ്രൊഫഷണൽസ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഭൂരിപക്ഷവും ഇതുപോലെയുള്ള സാധാരണക്കാരാണ്. അപ്പോ ഈ വിമാന കമ്പനികളുടെ കൊള്ള, അവർ കാർട്ടൽസ് ഫോം ചെയ്ത് കൊള്ളയടിക്കുന്നു. കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ മാത്രമല്ല കൊള്ളയടിക്കുന്നത്, അവരെല്ലാ രാജ്യങ്ങളെയും അവരുടെ സീസൺ വെച്ച്, ഇപ്പൊ അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നതിന് സീസൺ വെച്ച് വലിയ ടിക്കറ്റ് ഫെയർ ആണ് കൊടുക്കേണ്ടത്. നോർമൽ സാഹചര്യത്തിലേക്കാൾ കൂടുതൽ ടിക്കറ്റ് ഫെയർ ആണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വിമാന കമ്പനികൾ നിയമവിധേയരാകാതെ ഇതുപോലെ കാർട്ടൽ ഫോർമേഷൻ നടത്തുന്നത്? ആഗോള തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ വേണ്ടതാണ്. അതായത് ലോക കോടതിയുണ്ട്, ആഗോള തലത്തിലുള്ള കാര്യങ്ങൾ നിർത്തേണ്ട ഒരു കോടതിയുണ്ട്, ആ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ആ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇതിനകത്ത് ഇടപെടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യ ഗവൺമെന്റ് വളരെ ശക്തമായ നടപടികളോടുകൂടി ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇതുപോലെ കാർട്ടൽ ഫോം ചെയ്ത് എയർ കമ്പനികൾ ജനങ്ങളെ, അതായത് സാധാരണക്കാരായ യാത്രക്കാരെ പിഴിയുന്നു എന്ന് വെച്ചാല് അവർ പറയുന്ന കഥകൾ കേട്ടാൽ നമുക്ക് പോലും ചങ്കിടിഞ്ഞു പോകും. അത്ര ക്രൂരമായ രീതിയിലാണ് ടിക്കറ്റ് ഫെയറുകൾ ഇഷ്ടം പോലെ വർദ്ധിപ്പിച്ച് അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഈ സാധാരണ പ്രവാസികളെ, വലിയ പ്രൊഫഷണൽസ് അല്ല, വലിയ ശമ്പളമല്ല അവർ ഏത് രാജ്യത്ത് പോയാലും വാങ്ങുന്നത്, അങ്ങനെയുള്ള ഈ നമ്മുടെ സാധാരണ പ്രവാസികളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രവാസികൾ സാധാരണക്കാരായിരിക്കാം, പക്ഷെ അവർ നേടുന്നതിന് ഈ വലിയ പ്രൊഫഷണൽസ് പോയാൽ അവരുടെ നേട്ടം മുഴുവൻ ഇങ്ങോട്ട് വരുന്നില്ല. അവരുടെ ഇവിടെ ഉള്ളവർ തന്നെ, ബന്ധുക്കളും അല്ലെങ്കിൽ കുടുംബവും ഒക്കെ നല്ല നിലവാരത്തിലുള്ളവരായിരിക്കും. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞാണ് പ്രൊഫഷൻസ് കിട്ടി വലിയ പ്രൊഫഷൻസിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ അവരയക്കുന്ന പണം കൊണ്ടല്ല ഇവിടെ അവരുടെ കുടുംബം ജീവിക്കുന്നത്, മറിച്ച് ഈ സാധാരണ പ്രവാസികള് അവരവിടെ പോയി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കുബൂസും കഴിച്ച് കഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലാണ് അവരവിടെ കഴിയുന്നത്. നമ്മുടെ ഇവിടെ തോട്ടം തൊഴിലാളികൾ ലയത്തിൽ കഴിയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നത് പോലെ ഉള്ള ലയങ്ങളിൽ തന്നെയാണ് അവിടെ പോകുന്ന ഒരുപാട് പേരും സാധാരണ തൊഴിലാളികൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ച് ഇങ്ങോട്ട് അയക്കുന്ന പണം എന്തുമാത്രം വരും? നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ ഏകദേശം 32% വരെ, 33% എത്തുമായിരുന്നു. 2000 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടത്തിൽ അത്ര ഉയർന്ന തോതിലായിരുന്നു. 2015 ശേഷം പതുക്കെ പ്രവാസത്തിന്റെ തോത് കുറയും. അതായത് ഗൾഫ് കൺട്രീസിലേക്കുള്ള പ്രവാസത്തിന്റെ തോത് അവിടെ വന്ന മണ്ണിന്റെ മക്കൾ വാദവും ഒക്കെ കാരണം കൊണ്ട്, അതായത് ചില തൊഴിലുകളൊക്കെ അറബികൾക്ക് മാത്രമായി മാറ്റിവെക്കുക, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വന്നതോടുകൂടി പ്രവാസത്തിന്റെ തോത് കുറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രവാസത്തിന്റെ തോത് കുറഞ്ഞത് കൊണ്ട് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വലിയ കാര്യമായിട്ടൊന്നും കുറഞ്ഞില്ല. എങ്കിലും ഉയരുന്നതിന് പകരം പതുക്കെ കുറയുന്നത് ഒരു ടെൻഡൻസി ഉണ്ടായി. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിന് ശേഷം 2015 ഒക്കെ ശേഷമായപ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ, അതുപോലെ മൈഗ്രേഷൻ ടു അതർ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലേക്കും, അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസ്, അതുപോലെ കാനഡ, ഓസ്ട്രേലിയ, US പോകാനാണ് ഏറ്റവും വലിയ തിരക്ക്. പക്ഷേ US പോകുന്നതിന് കടമ്പകൾ ഏറെയാണ്. അവിടെ പരീക്ഷകളൊക്കെ പാസ്സായെങ്കിൽ മാത്രമേ, പണം കൊണ്ട് മാത്രം പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരു രാജ്യമാണ് US. അവിടെ അവർക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ബ്രെയിൻ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ബ്രെയിൻ ഉപയോഗിച്ചുള്ള പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ US പഠനത്തിന് പോകാൻ. എന്തായാലും 2015 ശേഷം അധികം പ്രവാസികളുടെ ഒഴുക്ക്, ഗൾഫ് കൺട്രീസിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞു. പക്ഷെ അതിന്റെ ആഘാതം കേരള ഇക്കോണമിയിൽ കാണുന്നുണ്ട് നമ്മൾ. അപ്പൊ അങ്ങനെ കുറഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്കായി കൂടുതൽ മൈഗ്രേഷന്റെ ടെൻഡൻസി കൂടി വരുന്നു. ഇപ്പോഴും പക്ഷെ ഗൾഫിൽ തന്നെയാണ് കൂടുതൽ കേരളീയരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗൾഫ് കൺട്രീസിലുള്ള സാധാരണക്കാര് ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും സീസൺ അനുസരിച്ച് ടിക്കറ്റ് ഫെയർ തോന്നിയതുപോലെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻജസ്റ്റിസ് ആണ്, മനുഷ്യരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു ക്രൂരതകളിൽ ഒന്നാണ്. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഈ സീസണിൽ എന്തിനാണ് ഇവർ നാട്ടിലേക്ക് വരുന്നത്? അവരുടെ കുടുംബത്തോടൊപ്പം കഴിയാൻ. ഇപ്പൊ പ്രവാസത്തിൽ ഗൾഫിലൊക്കെ ജോലിക്ക് പോയിരിക്കുന്ന പേരൻസിന്റെ കാര്യം എടുത്താൽ മക്കളെ ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ടോ ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ആ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുക കുറച്ച് ദിവസം,
അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് മോഹന സ്വപ്നങ്ങളും വാരിക്കൂട്ടി അതിനെ കെട്ടിപ്പിടിച്ചാണ് അവരിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്താണ് ഇതുപോലെയുള്ള കൊള്ള നടത്തുന്നത്. അപ്പൊ ഈ കൊള്ള ഇത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മുൻപിൽ കൊണ്ടുവരണം. ഇതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്ന് ചെറുത്തു നിൽക്കണം. ഒരു കാർട്ടലിന്, ഏത് കാർട്ടൽ ഫോം ചെയ്താലും ആ കാർട്ടൽ ക്യാപിറ്റലിസത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാർട്ടൽ ഫോർമേഷനെ ശക്തമായിട്ട് എതിർക്കണം. അങ്ങനെ എതിർക്കാനായിട്ട് നമ്മുടെ 20 MP എന്തുകൊണ്ട് ഒന്നിച്ചു നിന്ന് എനിക്ക് തോന്നുന്നു അവര് 20 പേര് ഒന്നിച്ചു നിന്ന് ഇതിനെ ശക്തമായിട്ട് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് ഷാഫി പറമ്പിലൊക്കെ വളരെ ശക്തമായ തോതിലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും. പോരാ, ഇനിയും കൂടുതൽ പോണം. അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന് എയർ ഇന്ത്യയെ മര്യാദ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാന കമ്പനികളെ, പക്ഷെ ഇങ്ങോട്ട് വരുന്ന ഇപ്പൊ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന പാൻ അമേരിക്കയോ മറ്റതുപോലെയുള്ള കമ്പനികളെ ഒന്നും ഇന്ത്യ ഗവൺമെന്റിന് ചെല്ലുള്ളിയിൽ നിർത്താൻ പറ്റില്ല. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ പരിധിയിലുള്ള കമ്പനികളെ ആദ്യം പരിധിയിൽ നിർത്തണം, നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഈ കാർട്ടൽ ഫോർമേഷൻ അനുവദനീയമല്ല എന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏവിയേഷൻ ഫ്യൂവലിനൊക്കെ അനുഭവിക്കുന്ന സബ്സിഡി എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സബ്സിഡിയാണ്. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡി ഏറ്റുവാങ്ങി അനുഭവിച്ചുകൊണ്ടാണ് ഇത്തരം കമ്പനികളെ ഈ വൻ കൊള്ള നടത്തുന്നത്. അപ്പൊ ആ കൊള്ളക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് തന്നെ കഴിയും. അത് കഴിഞ്ഞ് മറ്റ് അന്താരാഷ്ട്ര വിമാനങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ അതത് രാജ്യങ്ങൾ ശ്രമിക്കണം. ഇനി അതത് രാജ്യങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ഈ കാര്യം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് മുൻപിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള താല്പര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ മാത്രമേ ഈ പ്രവാസികൾ അനുഭവിക്കുന്ന, ഇപ്പം കേരളത്തിലെ പ്രവാസികൾ ഇത് പറയുന്നു, നമ്മൾ അറിയുന്നു, മറ്റു പ്രവാസികളും എല്ലാ തരം പ്രവാസികളും ഇതേ ദുരന്തം പേറുന്നവരാണ്, ഇതിന്റെ വിക്ടിംസ് ആണ്. ഈ ക്രൂരതയുടെ, ഈ എക്സ്പ്ലോയിറ്റേഷന്റെ, ചൂഷണത്തിന്റെ വിക്ടിംസ് ആണ് എല്ലാ പ്രവാസികളും. അപ്പം അവരുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത്, അവരുടെ നാടിന് വേണ്ടി ചെലവഴിക്കേണ്ടത്, അതായത് ഏതെങ്കിലും എയർ കമ്പനിക്ക് നമ്മുടെ പ്രവാസ പണം കയ്യിൽ കിട്ടുന്നു എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. ആ പണമൊക്കെ അവരുടെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവാസികൾ കഷ്ടപ്പെടുന്നതിന്റെ ഡ്യൂ ആയിട്ടുള്ള ഒരു ഷെയർ ഇന്ത്യയിൽ തന്നെ ചെലവഴിക്കപ്പെടണം, ഇന്ത്യയിലേക്ക് തന്നെ വരണം, അവരുടെ കുടുംബത്തിന് കിട്ടണം. അവരുടെ കുടുംബത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധന സേവനങ്ങൾക്കുള്ള ഡിമാൻഡായി വിപണിയിലെത്തുന്നു, വിപണി ഉണരുന്നു. അങ്ങനെയാണ് കേരളം ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയത്. ഈ പ്രവാസി പണം ഇന്ത്യയിൽ എത്തുന്നു, കേരളത്തിൽ എത്തുന്നു. ആ പണം അതിൽ ഒരു നല്ല ഭാഗം ഭൂമി വാങ്ങാനായിട്ട്, വീട് പണിയാനായിട്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട്, ഇങ്ങനെ നിരവധി പ്രയോറിറ്റി അനുസരിച്ച് മുൻഗണനാ ക്രമത്തില് നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു. അങ്ങനെയാണ് അത് വിപണിയിൽ എത്തുന്നത്. അത് വിപണിയെ ഉത്തേജിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ നാം കാണുന്ന ഈ ഉണർവ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാ ഉണർവില്ല? ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും നാം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എല്ലാ കാലത്തും. കാരണം ഈ പ്രവാസി പണം ഇത്തരം മേഖലകളിൽ വിന്യസിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വിന്യസിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ്, ഇതൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത് ഇത്തരം ചില പ്രയോജനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഇവിടെ വരുന്ന പണം നമുക്കറിയാം. CDS നടത്തിയ ഡെമോഗ്രാഫിക് വിഭാഗം നടത്തിയ ചില പഠനങ്ങളിൽ പറയുന്നത് ഒരു വർഷം തന്നെ, അത് 2000s നടത്തിയ പഠനമാണ്, 36,000 കോടി, അതായത് ഇവിടെ വരുന്ന പ്രവാസികളുടെ വേതനമായിട്ട്, അതുപോലെ തന്നെ നാം കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുവരുന്ന സിമന്റ്, കമ്പി, ഇതൊക്കെ വെളിയിൽ നിന്നാണ്, കേരളത്തിന് വെളിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് മിക്കവാറും. അപ്പൊ അതിന്റെയൊക്കെ വലിയായിട്ട് 36,000 കോടി രൂപ ഒരു വർഷം കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നു എന്നാണ്. അപ്പോ ഈ കേരളത്തിലേക്ക് വരുന്ന പ്രവാസി പണം കേരളത്തിന്റെ GSDP മാത്രമല്ല വളർത്തുന്നത്, കേരളത്തിലെ സാധാരണക്കാരുടെ ഉപജീവനമായി മാത്രമല്ല മാറുന്നത്, ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും GSDP വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്നു. ഒരുപാട് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ പശി അകറ്റാൻ വേണ്ടി ഈ പണം പ്രയോജനപ്പെടുന്നു. ഈ കേരളത്തിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണം പ്രയോജനപ്പെടുന്നു. അങ്ങനെയുള്ള ആ പ്രവാസികളെയാണ് ഇങ്ങനെ മുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ശക്തമായ പ്രതിഷേധം അതിനെതിരായിട്ടുണ്ടാകണം. നമ്മുടെ ഏവിയേഷൻ മന്ത്രാലയവും അതുപോലെ തന്നെ വിദേശകാര്യം ഡീൽ ചെയ്യുന്ന മന്ത്രാലയവും ഒക്കെ ചേർന്ന് ഇത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ആദ്യം
വിമാന കമ്പനികളുമായിട്ട് ശക്തമായ സമ്പർക്കം പുലർത്തുക, അവരുമായിട്ട് ഇത് വിശകലനം ചെയ്യുക, ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് അവരെ അറിയിച്ചു കൊടുക്കുക. അങ്ങനെ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മന്ത്രി വാസവൻ പറഞ്ഞു കപ്പൽ മാർഗത്തിൽ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്ന്. അപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇവർക്ക് വേണ്ടി ഏർപ്പാടാക്കും എന്ന് പറഞ്ഞിരുന്നു ഒരു ബജറ്റില്. അതൊന്നും പറ്റിയില്ല. അത് ഈസി അല്ല, അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ കപ്പല് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതിന് പകരം നിൽക്കുന്ന ഒരു ഏർപ്പാടാണെന്ന്. കാരണം കപ്പലിൽ എത്രയോ ദിവസങ്ങൾ കൊണ്ടാണ്, അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ സ്വന്തം കുടുംബത്തോടൊപ്പം കഴിക്കാൻ വേണ്ടി ആറ്റുനോറ്റിരുന്ന് വരാൻ പോകുന്ന ഇവർക്ക് കപ്പലിൽ വരാം എന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് എല്ലാ ജോലിയും കഴിഞ്ഞ് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു വരികയാണെങ്കിൽ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും ഒക്കെ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ കപ്പൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്. പക്ഷെ ഇത് ഒരാഴ്ചത്തെ അവധിക്ക്, 2 ആഴ്ചത്തെ അവധിക്ക്, 1 മാസത്തെ അവധിക്ക് ഒക്കെ വരിക, 2 വർഷം കൂടി ഒരു പക്ഷേ 2 മാസത്തെ അവധിക്ക് വന്നാൽ തന്നെയും കപ്പലിലാണ് യാത്രയെങ്കിൽ അവരുടെ ഒരുപാട് സമയം അതിനുവേണ്ടി നഷ്ടപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ചാർട്ടേഡ് ഫ്ലൈറ്റ്സോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റുകൾ, സംസ്ഥാന ഗവൺമെന്റുകൾ ഫെഡറൽ ഗവൺമെന്റിനെ, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിനെ മുള്ളിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം ഉണ്ടാക്കിയേ തീരൂ എന്ന ശക്തമായ ഒരു നിലപാടെടുത്താൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് അത് ഈൽഡ് ചെയ്യും. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് ഇതിലെ നീതികേട്, ഇത്തരം വലിയ കാർട്ടലൈസേഷന്റെ അപകടം അവർക്ക് തിരിച്ചറിയുകയാണ്. എയർ ടിക്കറ്റിൽ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് പണക്കാരല്ല എന്നുള്ളൊരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. അത് വളരെ തെറ്റായ ഇതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഗൾഫ് കൺട്രീസ് കഴിഞ്ഞാല് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ധാരാളം മൈഗ്രേഷൻ, ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ പോയി നമ്മുടെ കുട്ടികൾ എന്ത് ജോലി ചെയ്യുന്നു എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു നല്ല ഭാഗം കുട്ടികളും അവിടുത്തെ കെയർ ഇക്കോണമിയിലാണ് ജോലി ചെയ്യുന്നത്. അതായത് അവിടെ 60-ൽ മുകളിൽ പ്രായമുള്ളവരെ പരിരക്ഷിക്കാനുള്ള ജോലികളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ അറിയാം, എനിക്ക് അടുപ്പമുള്ള ഒരു കുട്ടി, പരിചയമുള്ള ഒരു കുട്ടി MA ലിറ്ററേച്ചർ പാസ്സായ കുട്ടിയാണ് ഇവിടെ നിന്ന്. അങ്ങനെ MA ലിറ്ററേച്ചർ പാസ്സായ കുട്ടിയും അവിടെ പോയി ഡൊമസ്റ്റിക് കെയർ ഇക്കോണമിയെ പറ്റി എന്തോ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 16 ലക്ഷം രൂപ ഇവിടുന്ന് വായ്പ, ബാങ്ക് വായ്പ എടുത്താണ് ആ കുട്ടി പോയത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, ആ കുട്ടിയൊക്കെ ബുദ്ധിശൂന്യതയാണ് കാണിക്കുന്നത്. പക്ഷെ ബുദ്ധിശൂന്യത എന്ന് പറയുമ്പോൾ അവിടെ കെയർ ഇക്കോണമിയിൽ ഒരു മാസം ലക്ഷങ്ങളുടെ പ്രതിഫലമാണ് പ്രതിമാസം കിട്ടുന്നത്. അങ്ങനെ അവരുടെ കുടുംബത്തെയും ഈ കടമൊക്കെ വീട്ടാമെന്ന ധാരണയിലാണ്. പക്ഷെ ഒരുപാട് കടം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന 90,000 കോടി പിന്നെ വായ്പകള്, വിദ്യാഭ്യാസ വായ്പകള് നോൺ പെർഫോമിംഗ് ആയിട്ട്, അതായത് കിട്ടാക്കടമായി മാറിയിരിക്കുന്നു എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തന്നെ. അത് 2-3 മാസം മുൻപാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇതിനൊരു പരിഹാരം കാണണം. ഈ എയർ കമ്പനികളെ ഇതുപോലെ കാർട്ടൽ ഫോം ചെയ്ത് തോന്നിയതുപോലെ ഈ യാത്രക്കാരെ പിഴിയുന്ന സമ്പ്രദായത്തിനെ അനുവദിച്ചു കൊടുക്കരുത്. അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ, അതായത് ഈ കാർട്ടലൈസേഷനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ക്യാപിറ്റലിസത്തിന്റെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ കാർട്ടലൈസേഷനാണ്. കാർട്ടലൈസേഷൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ചൂഷണം ഉണ്ടാകും. അപ്പൊ ഇവിടെ വിമാനയാത്രക്കാരെയാണ് ചൂഷണം ചെയ്യുന്നത്. അതുപോലെ കാർട്ടലൈസേഷൻ നടക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വന്ന്, അതായത് ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരെന്താ ചെയ്യുക? ഇവിടുത്തെ കുറച്ച് കമ്പനികളുടെ ഒക്കെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നുണ്ടാകും. പക്ഷെ അങ്ങനെ വാങ്ങി ഇവിടെ വലിയ തോതിൽ അഡ്വർടൈസ്മെന്റ് നടത്തി ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് ചവിട്ടി അരയ്ക്കപ്പെട്ട് അപ്രത്യക്ഷമാകുന്നത്. അങ്ങനെയാണ് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ 83.9% നിൽക്കുന്നു എന്ന് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം ഈ കാർട്ടലൈസേഷനെ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ. നമ്മൾ ഒരു കാരണവശാലും ഇന്ത്യ ഗവൺമെന്റ് ഈ കാർട്ടലൈസേഷൻ ടോളറേറ്റ് ചെയ്തുകൂടാ. ഇതിനെതിരെ നഖശിഖാന്തം എതിർക്കണം. എല്ലാ വിധത്തിലും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകണമെങ്കിൽ അങ്ങനെ പോകണം. അതിനു മുൻപായിട്ട് തന്നെ ഈ എയർ കമ്പനികളുമായിട്ട്, അതായത് വിമാന കമ്പനികളുമായിട്ട് സംസാരിക്കണം. ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ട് വരികയും പോവുകയൊക്കെ ചെയ്താൽ മതി കമ്പനികൾ, അതും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കും എന്നൊക്കെ വന്നാൽ ശാന്തം പാവം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇവിടെ എനിക്ക് അടിയന്തരമായി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എവിടെ പോയി നമ്മുടെ ലോക കേരള സഭ? പ്രവാസി സംഘടനകളൊക്കെ ഈ ഇഷ്യൂ വളരെ ശക്തമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലോക കേരള സഭയ്ക്ക് ഒരു നിലപാട് വേണം.
കാരണം ലോക കേരള സഭ എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസിൽ മാത്രമുള്ള പ്രവാസികളല്ല, എല്ലാ രാജ്യത്തു നിന്നുള്ള പ്രമുഖരായ പ്രവാസികളുടെ ഒരു സംഘടനയായിട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരവർ ഇരിക്കുന്ന രാജ്യങ്ങളിലെ ഏവിയേഷൻ മന്ത്രാലയവുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അവർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഈ വിമാന കമ്പനികളുടെ കാർട്ടലൈസേഷൻ ആഗോള പോക്കുവരവ്, ആഗോള ട്രാൻസ്പോർട്ടേഷനെ വലിയ പരിധി വരെ നിരുത്സാഹപ്പെടുത്തും, അപകടത്തിലാക്കുമെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ ലോക കേരള സഭ ഈ അവസരത്തിനൊത്ത് ഉയർന്ന് തങ്ങളുടെ ജോലി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെയും അപ്രോച്ച് ചെയ്യാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ എന്താണ് പറഞ്ഞത്? ഏവിയേഷൻ മന്ത്രി എന്താ പറഞ്ഞത്? അത് മാർക്കറ്റ് ഡ്രിവൺ പ്രൈസിങ് ആണെന്ന്. അതായത് വിപണിയിലെ ഡിമാൻഡും അതാണല്ലോ മാർക്കറ്റ് ഡ്രിവൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ വില കൂടുന്നു. എന്തുകൊണ്ട് വില കൂടുന്നു? ആവശ്യമേറുന്നു, സപ്ലൈ കുറയുന്നു എന്ന് പറയുന്നത്. അതുപോലെ അരിയുടെ വില കൂടുന്നു. എന്തുകൊണ്ട്? അരിയുടെ സപ്ലൈ കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. അപ്പം മാർക്കറ്റ് ഡ്രിവൺ വിലയാണ് എന്ന് പറഞ്ഞാല് വിപണിയിലെ ആവശ്യത്തിനനുസരിച്ച്. അപ്പം എന്താ മന്ത്രി ഉദ്ദേശിച്ചത്? സീസൺ ആകുമ്പോഴേക്കും ഈ ടിക്കറ്റിന്റെ ആവശ്യക്കാർ കൂടും, അതുകൊണ്ട് തന്നെ വിലക്കയറ്റം ഉണ്ടാകുന്നു, ടിക്കറ്റിന്റെ വില കൂടുന്നു, ടിക്കറ്റ് ചാർജസ് കൂടുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ പ്രവാസികളിൽ പലരും മീഡിയ വഴി സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചതാണ്, കേട്ടതാണ്. പലപ്പോഴും പല വിമാനങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന ധാരാളം സീറ്റുകളുമായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. ഇത്ര വലിയ വില കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടിൽ പോകണമെന്ന് ആറ്റുനോറ്റു കാത്തിരുന്ന പലരും സ്വന്തം കുഞ്ഞിനെ കാണാൻ, ന്യൂ ബോൺ ബേബിയെ കാണാൻ ഒക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളെ കാണാൻ. അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തി നോക്കിയിരുന്നവരാണ് ടിക്കറ്റ് ഫെയർ കേട്ട് തലകറങ്ങി വീണു. അവർക്ക് മേടിക്കാൻ പറ്റുന്നില്ല ടിക്കറ്റ്. അങ്ങനെ അപ്പോൾ അവസാനം വരുമ്പോൾ പല വിമാനങ്ങളിലും ധാരാളം സീറ്റുകൾ അൺഓക്യുപ്പൈഡ് ആയിട്ട്, അതായത് എടുക്കാൻ ആളില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് അനുഭവസ്ഥരായ പ്രവാസികൾ തന്നെയാണ് ചാനലുകൾക്ക് മുൻപ് അവതരിപ്പിച്ചത്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം, ഇത് വിപണി ഡ്രിവൺ, മാർക്കറ്റ് ഡ്രിവൺ പ്രൈസ് റൈസ് അല്ല. പിന്നെ എന്താണ്? മനപൂർവമായിട്ട് കാർട്ടലൈസേഷന്റെ ഫലമായിട്ടുണ്ടായ പ്രൈസ് റൈസ് ആണ്. ഇത് നമ്മുടെ മന്ത്രിമാർ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രിയപ്പെട്ട MP-മാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ മാർക്കറ്റ് ഡ്രിവൺ വില കയറ്റമാണ് എങ്കിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കില്ല പ്ലെയിനില്. അപ്പൊ പ്ലെയിനിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പ്രവാസികൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അത് ശരിയാണ്. അപ്പൊ ആ സാഹചര്യത്തില് ഈ തെറ്റ് മന്ത്രാലയത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അങ്ങനെ ശക്തമായിട്ട്, അതായത് യുക്തിസഹമായിട്ട് പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റും. ഈ പറയപ്പെട്ട വിമാന കമ്പനികൾ തീർച്ചയായിട്ടും യുക്തിസഹമായ ഇടപെടലിന് മുൻപിൽ മുട്ടുമടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ മുട്ടുമടക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ യു ഗോ ടു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്.